ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാജി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇതിന് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു കറിയൊന്നും ആവശ്യമില്ല. ചൂടോടെ തന്നെ ഇങ്ങനെ കഴിക്കുന്നെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും മല്ലിയിലയും ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ നമ്മൾ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ ചെറുതായി അരിഞ്ഞതും. ഇത് നമുക്കിതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണിത്. അതിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസും ആക്കാൻ പാടില്ല, ഒരുപാട് ടൈറ്റും ആക്കാൻ പാടില്ല. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ചീസൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിലാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത്. ഇത് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഓരോന്നായി ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശ പോലെ നന്നായി പരന്ന് വരില്ല. ഇത് കയ്യിൽ വെച്ച് ഇങ്ങനെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യുടെ മണം ഇഷ്ടമുള്ള ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നെയ്യ് ഇടണമെന്നൊന്നുമില്ല. അതിനുശേഷം പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും വെന്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അങ്ങനെ എല്ലാം ചുട്ടെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ദോശ എല്ലാം റെഡിയായി വരുന്നുണ്ട്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം, പക്ഷെ ഇത് വെറുതെ കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. ആ ചീസൊക്കെ ഇതാ നല്ലൊരു സ്ട്രക്ചറിൽ വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ഇത് ഞാൻ വൈകുന്നേരം ചായ വെക്കുമ്പം വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അത് പിന്നെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ഒരു മസാല ചായ ആക്കിയതാണിത്. ഏലക്കായും ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് പുതിനയിലയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എൻ്റെ കയ്യിൽ പുതിന ഉണ്ടായിട്ടാ. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കിയിരുന്നു. ഗോതമ്പ് പൊടിയും വെല്ലമൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടി. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം. ഞാൻ ചായ കുടിച്ചിട്ട് വരാം. കേക്കും കൂട്ടി ഞാൻ ചായ ഒന്ന് കഴിച്ചിട്ട് വരാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.